ഇതായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവലിംഗ് രാജ്. ഞാനൊന്ന് ചെയ്യുന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ 18ാം നൂറ്റാണ്ടിലെ മാംഗ്ലൂർ ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ വീട് എങ്ങനെയിരിക്കും, ആ വീടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഹെറിറ്റേജ് വില്ലേജ് മണിപ്പാലിൽ നിന്നാണ്. ഹെറിറ്റേജ് വില്ലേജിൽ 26 വീടുകളിൽ 4 വീട് മെയിൻ്റനൻസ് നടക്കുകയാണ്. ബാക്കി 22 വീടും കവർ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. ശരിക്കും ഈ 22 വീടുകളും എല്ലാം സെപ്പറേറ്റായിട്ട് വീഡിയോ എടുക്കാണ്ട് അത്രയും കാണാൻ ഭംഗിയുള്ളതും അത്രയും നമുക്കൊരു പണ്ടത്തെ കാലത്തെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന വീടുകളാണ്. പക്ഷേ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതൊരു അരോചകമായിട്ട് തോന്നാം. അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് ഒരു കേരളത്തിലെ മന, ഈ ക്രിസ്ത്യൻ വീട്, പിന്നെ ഒരു ജെയിൻ്റെ മഠം, ഈ 3 വീടാണ് സെപ്പറേറ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിലാദ്യത്തെയാണ് ഈ ക്രിസ്ത്യൻ വീട്. അന്നത്തെ കാലത്ത് ബെൽജിയത്തിൽ നിന്ന് വരുന്ന ടൈൽസ് ഇടുന്നത് നമ്മൾ വീടിൻ്റെ അകത്തളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ചെന്ന് ആദ്യം നമ്മൾ ചെല്ലുന്നത് രൂപക്കൂടിൻ്റെ അവിടെയാണ്. ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും പുണ്യാളന്മാരുടെ രൂപക്കൂടുകളുണ്ട്. മെഴുകുതിരി സ്റ്റാൻഡുണ്ട്. പിന്നെ കയറി വരുമ്പോൾ 2 ചാരികസേര ഉണ്ടാവും. ഇരിക്കാൻ വേണ്ടി ഒരു മരത്തിൻ്റെ സോഫ 3 പേർക്ക് ഇരിക്കാവുന്ന ഉണ്ടാവും. കുഷ്യനൊന്നും ഇല്ല കേട്ടോ അന്നത്തെ കാലത്ത്. പിന്നെ പിയാനോ ഉണ്ടാവും. രണ്ട് വലിയ ജനലും പിന്നെ വാതിലാണെങ്കിൽ വലിയ വാതിലായിരിക്കും. എല്ലാ ജനലും എല്ലാം തന്നെ കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിലാണ് അന്നത്തെ കാലത്ത് പണിതിരുന്നത്. എല്ലാം മരം തന്നെ ഉപയോഗിച്ചാണ് അഴികളൊക്കെ ഉപയോഗിച്ച് പണിതിരുന്നത്. യേശുദേവൻ്റെ പ്രതിമ താഴെയുണ്ട്. അതേപോലെ തന്നെ മുകളിലും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അകത്തളത്തിൽ വന്ന രൂപപ്പെടും. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് അവർ അകത്ത് മുറികളിലോട്ട് പോകുന്നത്. ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു കിടപ്പ് മുറിയുണ്ട്. അന്നത്തെ മരത്തിൻ്റെ കട്ടിൽ, ഒരു പിയാനോ, ഒരു ചാരികസേര. കട്ടിൽ എന്ന് പറയുമ്പോൾ അറിയാം, കട്ടിലിന് മുകളിലും ഇതുപോലെ പണികളുണ്ട് കൊതുവലയ്ക്ക് ഇടാൻ വേണ്ടി. പിന്നെ കുട്ടികളുടെ സൈക്കിള്, ചെറിയ തൊട്ടിൽ, കണ്ണാടി അന്നത്തെ കാലത്തെ. പിന്നെ മതിലിൽ വാളോ എന്തെങ്കിലുമൊക്കെ അന്ന് വെക്കുമായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടി. ജനലെല്ലാം തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഫ്രഞ്ച് വീടിൻ്റെ പോലെ ജനലാണ്. മുകളിൽ ചില്ല്, താഴെ മരത്തിൻ്റെ. ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് നമുക്ക് കാണാം. ഇന്നത്തെ പോലെ തന്നെ പ്യുവർലി അതിൻ്റെ ഹിഞ്ചസൊക്കെ പുറത്ത് വരുന്ന ടൈപ്പാണ്. ഫുള്ളി ഇരുമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അന്ന കാലത്തെ ഡൈനിങ് ടേബിളിൻ്റെ രീതികൾ, അതിൻ്റെ സ്റ്റൈല്, പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ കാറ്റും വെളിച്ചം വരാൻ വേണ്ടി ഒരുപാട് ജനലുകളുണ്ട്. കൂടാണ്ട് സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഷെൽഫുകൾ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരു റൂം കൂടി വലത്തെ വശത്തുണ്ട്. അവിടെയും കട്ടിലും പിന്നെ തൊട്ടിലുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടി പോണ കോറിഡോറുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ വരികയും ചെയ്യും. അപ്പോൾ വീട്ടുകാർക്ക് ഫ്രണ്ടിലെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നു. ഇത് ഈ ശില്പകല 300 രൂപയുടെ ഒരാൾക്ക് കാണേണ്ടതാണ്. നിങ്ങൾ മണിപ്പാലിൽ, ഉടുപ്പിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും പോയി കാണുക. താല്പര്യമുള്ള ആൾക്കാർ തിങ്കളാഴ്ച അവധിയാണ്. അതിൻ്റെ അടുത്ത വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ മനയുടെ, കേരളത്തിലെ മനയുടെ രീതികളും അതേപോലെ ജെയിൻ മതത്തിൻ്റെ കാണാൻ പറ്റും. ഇതാണ് ആ കോറിഡോർ. ഇപ്പോഴത്തെ കാണുന്നതല്ല, ഇതേപോലെ വീടുകളോട് സെറ്റ് ചെയ്തതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പോയി കാണുക. താങ്ക് യു. ബൈ.